ആലുവ ടൗണിന് വളരെ അടുത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വീട്, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയാണിത്. ഏകദേശം 58ഓളം വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് ഈ വീട്ടിൽ നിന്നും 4.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ വില്ല പ്രോജക്റ്റിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. ഇതിൻ്റെ സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് ഈ വീട് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കുകൾ കാണാം. സെൻട്രൽ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ മുകൾ ഭാഗത്തായിട്ട് ബാൽക്കണി കൊടുത്തിരിക്കുന്നു. ഒരു കവേർഡ് ബാൽക്കണിയും ഒരു ഓപ്പൺ ബാൽക്കണിയുമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മതിൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ നൽകിയിരിക്കുന്നു. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു. സ്ക്വയർ ട്യൂബിലും GI ഷീറ്റിലും നൽകിയിരിക്കുന്ന ഗേറ്റ്, സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും നമുക്ക് കാണാം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റത്തേക്കാണ് നമ്മൾ വരുന്നത്. മുറ്റത്ത് കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ാണ് സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഭാഗത്തേക്ക് വന്ന് പാനലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തേക്കുഡിലാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെ നൽകിയിട്ടുണ്ട്. മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലാണ് ഇവിടെ വരുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നത്. ഈ ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകളും കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു പാർട്ടീഷൻ വാൾ നൽകിയിരിക്കുന്നു. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഇവിടെ TV നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിലും ലിവിങ് സ്പേസിലും ഇരുന്ന് ഇത് കാണാവുന്നതാണ്. TV കാണാവുന്നതാണ്. ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. ഇതാണ് ഡൈനിങ് സ്പേസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയ. ഇവിടെ ചെറിയൊരു കബോർഡ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സ്റ്റെയറാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. താഴെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു മിററാണ് ഇവിടെ വരുന്നത്. ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കബോർഡുകളാണ് താഴെയും മുകളിലുമായിട്ട് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറാണ് ടേബിൾ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമേ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീടിൻ്റെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഈ സ്റ്റെയറിനോട് ചേർന്നായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. വിശാലമായിട്ടുള്ളതാണ് ബെഡ്റൂമുകൾ. ഒരു ഭാഗത്ത് ജനൽ നൽകിയിരിക്കുന്നു. അവിടെ 2 സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ പാളിയുള്ള 2 ജനലുകളാണ് വരുന്നത്. ഇവിടെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. ഫൈബർ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. മനോഹരമായുള്ള ഒരു ബാത്റൂം. വാൾ ഹാങ് ക്ലോസറ്റ് വരുന്നുണ്ട്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം.
ഒരു വലിയ ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മാറി തന്നെയാണ്. ഇതാണ് ബാത്റൂം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവൻ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. രണ്ട് വശത്തും ഓപ്പണിംഗ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം ആ ലിവിങ് സ്പേസിൻ്റെ ഏരിയയാണ്. ഇവിടെ ഒരു LED ഷാൻഡിലിയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. അവിടെയും ഒരു LED ഷാൻഡിലിയർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തെ ബെഡ്റൂമുകൾ കണ്ട അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ബെഡ്റൂമുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. ഡിസൈനും സെയിം തന്നെ. ബാത്റൂം ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ബാത്റൂമിൻ്റെ സ്പേസ് സെയിം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ജനലാണ്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നു. യൂട്ടിലിറ്റി ഏരിയ ഒരു കവേർഡ് സ്പേസ് ആണ്. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിൽ ഈ ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെയാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഡോർ വരുന്നത് ഇവിടെയാണ്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ബാൽക്കണിയുടെ ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. മനോഹരമായിട്ടൊരു പില്ലർ ഇവിടെ നൽകിയിട്ടുണ്ട്. 4.5 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയയുമായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട് വരുന്നത് ആലുവയ്ക്ക് അടുത്താണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. മനോഹരമായിട്ടൊരു ഗേറ്റ് കമ്മ്യൂണിറ്റി. 4 കിലോമീറ്ററാണ് ആലുവയിലേക്കുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് പോകുന്നത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാം. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വില 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.